മാധുര്യമേറിയ ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ലോകത്തിലെ സകല മനുഷ്യർക്കും സുരക്ഷിതത്വം, രക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സേഫ്റ്റി ഫസ്റ്റ് എന്ന് ചിലർ പറയുന്നത് പോലെ ഈ ലോകത്തിലെ കരുത്തുറ്റ രാഷ്ട്ര തലവന്മാർക്കായിക്കോട്ടെ, സൈനിക മേധാവികൾക്കായിക്കോട്ടെ, സാധാരണ പൗരന്മാർക്കായിക്കോട്ടെ സുരക്ഷിതത്വം, രക്ഷ, സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെയധികം ടെൻഷനാണ്. അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവരെക്കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു ആവലാതിയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാരൊക്കെ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത്, സൈറ്റിൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. എന്തിനേറെ പറയുന്നു, റോഡിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഒരു ഗ്യാരണ്ടി ഇല്ല മനുഷ്യൻ്റെ കാര്യത്തിൽ. എത്രയോ അപകടങ്ങളാണ് നാം ടെലിവിഷനിലൂടെയും പത്രദ്വാരയുമൊക്കെ നാം കാണുന്നത്. എന്നാൽ ഒന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ദൈവം വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടോ? ഈ 2 പുസ്തകങ്ങളും ഇതിൻ്റെ 2 അറ്റത്തും ഞാൻ ഫെവിക്കോൾ ഇട്ട ശേഷം ഇങ്ങനെ ഒട്ടിച്ചാൽ കണ്ടോ, ഇത് രണ്ടും ഒന്നായിരിക്കുന്നത് പോലെ, കണ്ടില്ലേ, ഇത് രണ്ടും ഒന്നായിരിക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിയിരിക്കാൻ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം ദൈവം നോക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ സേഫാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറയും ദൈവസന്നിധിയിൽ പറ്റി നിൽക്കാൻ തയ്യാറായാൽ, യേശു കർത്താവിനോടൊപ്പം വിട്ടുമാറാതെ വസിക്കുവാൻ തയ്യാറായാൽ, അപകടങ്ങൾ പെടാതെ വണ്ണം നിങ്ങളെ കാക്കുവാൻ, പരിപാലിക്കുവാൻ അവൻ മതിയായവനാണ്. അതുകൊണ്ട് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എന്ന് പറയുന്ന അവൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭയത്തെ മാറ്റി ധൈര്യത്തോടെ, പ്രിയ കൂടെപ്പറപ്പെ, നീ മുന്നോട്ട് പോകും. ഇനി നിന്നെ ഭയം ഭരിക്കത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം പോരും. ദൈവത്തിൻ്റെ കൃപ, സാന്നിധ്യം നിന്നെ തുടർന്ന് നയിക്കാൻ പോവുകയാണ്. മേ ഗോഡ് ബ്ലെസ്.